ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസസ് രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു കപ്പ പുട്ടാണ്. ഉണങ്ങിയ കപ്പ ഉണക്കി പൊടിച്ചെടുത്ത പുട്ട്. അതെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ ആ പുട്ടൊന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഉണ്ടാക്കി ഒന്ന് ഷെയർ ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ നമുക്ക് മീൻ കറിയും കൂടെ കൂട്ടി കഴിക്കാം. അപ്പോൾ മീൻ കറി ഉണ്ടാക്കുന്നത് കൂടി ഞാൻ കുറച്ച് ഭാഗങ്ങളൊന്ന് ഷെയർ ചെയ്യാം. പിന്നെ മുളകിട്ട കറിയാണ്. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ മുഴുവനും കാണിക്കുന്നില്ല. അപ്പം നമുക്ക് അതായത് ഈ ഉണക്ക കപ്പ പൊടിച്ച പുട്ടും മീൻ കറിയും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ മരിച്ചീനി പുട്ടിന് മീൻ കറിയാണ് നല്ല കോമ്പിനേഷൻ കേട്ടോ. അപ്പം എനിക്കിന്ന് കൊഴിയാള മീനാണ് കിട്ടിയത്. വെള്ളി കൊഴിയാള എന്ന് പറയും. അപ്പോൾ ആ മീൻ വെച്ചിട്ട് ഞാനൊന്ന് മുളക് കറി വയ്ക്കാം. എന്നിട്ട് നമുക്ക് മരിച്ചീനി പുട്ടും കൂടി ഉണ്ടാക്കാം. അപ്പം അത് രണ്ടും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ ഇവിടെ മീൻ നമ്മുടെ ഈ കുഴിയാള മീൻ, അതായത് വള്ളി കുഴിയാള എന്ന് പറയും, അത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മീൻ മസാല എല്ലാം ഇട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാത്തതാണ്. മുളക് കറി നേരത്തെയൊക്കെ ഞാൻ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാത്തത്. ഇനി നമുക്ക് ഇപ്പോൾ മസാലയെല്ലാം റെഡിയായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഉണക്ക കപ്പ പുട്ടല്ലേ, ഉണക്ക കപ്പ പുട്ടിൻ്റെ കൂടെ അതായത് മരിച്ചീനി ഉണക്കി പൊടിച്ച് പുട്ട്, അതെനിക്ക് കുടുംബശ്രീയിൽ നിന്നുള്ള കിട്ടിയതാണ്. അവരിങ്ങനെ റെഡിയാക്കി കൊണ്ടുവന്നിട്ട് വിൽക്കുന്നതാണ്. അപ്പോൾ ഞാൻ വാങ്ങിയതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനിത് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ നല്ല ഇത് ചൂടോടുകൂടി കഴിക്കുമ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ കറിയൊന്നും വേണമെന്നില്ല. തേങ്ങ കുറച്ച് കൂടുതൽ ഇടണമെന്നേ ഉള്ളൂ. നല്ല ഉണക്കി പൊടിച്ച നല്ല മാവായിരുന്നേ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞാനത് വ്ളോഗും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് മീൻ കറികളൊന്ന് വേഗം വെന്ത് വരട്ടെ. ഇനി നമുക്ക് പുട്ടിൻ്റെ ഇതിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ മീൻ കറി ഏകദേശം ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്ക് മരിച്ചീനി പുട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ മരിച്ചീനി പുട്ടിന് ഞാൻ 1 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. നല്ല മാവാണ്, നല്ല സാധാരണ ഗോതമ്പ് മാവ് പോലെ തന്നെ നല്ല പൊടിച്ച് നല്ല മാവാണ്. അപ്പോൾ അത് 1 കപ്പ് ഞാൻ എടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ കുറച്ച് കൂടുതലുണ്ട്, എന്നാലാണ് ടേസ്റ്റ് വരുന്നത്. അധികമല്ല, എന്നാലും സാധാരണ നമ്മൾ ഗോതമ്പ് പുട്ടും അരിപ്പുട്ടും ഉണ്ടാക്കുന്നതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി കൂടുതൽ തേങ്ങ ഇടണം. അപ്പോൾ നമുക്കിത് സാധാരണ പുട്ടൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ നമുക്ക് വെള്ളമൊഴിച്ച് കുഴച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ മരിച്ചീനി പുട്ട് ആവി വന്നു. അപ്പോൾ നമുക്കിനി പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ മരിച്ചീനി പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണക്ക മരിച്ചീനി പൊടിച്ച് പുട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മുടെ മീൻ കറി അതും കൂട്ടി നല്ലപോലെ കഴിക്കാം. കൂടെ ഒരു പപ്പടവും വെച്ചിട്ടുണ്ട്. പപ്പടം വേണമെന്നൊന്നുമില്ല. മീൻ കറി ഈ പുട്ടും കൂടെ ചൂടോടുകൂടി കഴിക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം. അടുത്ത ന്യൂ ഇയർ ഒരു വ്ളോഗുമായി കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ, സീ യു.